മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അന്വേഷണം മുറുകുന്നു. CPM നേതാവും മുൻ കൗൺസിലറുമായ IP ബിനുവിന്റെ പോസ്റ്റാണ് CPMന് വിനയായത്. പാർട്ടി പറഞ്ഞിട്ടാണ് ആക്രമണം നടത്തിയതെന്നാണ് ബിനുവിന്റെ പോസ്റ്റിൽ നിന്നും വ്യക്തമാകുന്നത്. ആക്രമണം നടക്കുമ്പോൾ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന പിണറായി വിജയനെയും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും അടക്കമുള്ളവരെ പോലീസ് ചോദ്യം ചെയ്യും. കേസിൽ അറസ്റ്റിലായ പ്രതികളുടെ ഫോൺ രേഖകൾ പരിശോധിച്ചപ്പോൾ ഇവർ CPM നേതാക്കളെ ബന്ധപ്പെട്ടതായി മ്യൂസിയം CI R പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. മെയ് 27-ന് ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട സംഭവത്തിലെ ഗൂഢാലോചന സംബന്ധിച്ച അന്വേഷണമാണ് CPM നേതാക്കളിലെത്തി നിൽക്കുന്നത്. ജില്ലാ സെക്രട്ടറി V ജോയി MLA, CK ഹരീന്ദ്രൻ MLA, VK പ്രശാന്ത്, ആര്യ രാജേന്ദ്രൻ എന്നിവരെ ചോദ്യം ചെയ്യും. ശിവൻകുട്ടി, കടകംപള്ളി സുരേന്ദ്രൻ എന്നിവർക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നതിനും നോട്ടീസ് നൽകും. ഇവരെല്ലാം സംഭവ സ്ഥലത്ത് പ്രതിഷേധത്തിന് പങ്കെടുത്തിരുന്നു. മുതിർന്ന നേതാക്കളിൽ നിന്ന് ആഹ്വാനം ലഭിക്കാതെ ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 100ഓളം പ്രവർത്തകർ അക്രമാസക്തരായി ഇവിടെ എത്തില്ലെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. കേസിൽ റിമാൻഡിലായിരുന്ന 25 പ്രതികളിൽ 24 പേരും ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങി. 65 ദിവസത്തിലേറെയായി റിമാൻഡിൽ കഴിഞ്ഞ പ്രതികളിൽ 23 പേരും ഹൈക്കോടതിയെ സമീപിച്ചാണ് ജാമ്യം നേടിയത്. ഇവരെല്ലാം മ്യൂസിയം സ്റ്റേഷനിൽ ഒപ്പിടാനെത്തി. കന്റോൺമെന്റ് പോലീസ് സബ് ഡിവിഷൻ പരിധിയിൽ പ്രവേശിക്കരുതെന്ന കർശന നിർദ്ദേശം നൽകി. അതുപോലെ തന്നെ ഉപാധികളോടുകൂടിയാണ് പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചത്. 27 പ്രതികളുള്ള കേസ് 2 പേരെ ഇനിയും പിടികൂടാനായിട്ടില്ല. മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ വസതിയിൽ റെയ്ഡിനെത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെയും കേന്ദ്രസേനയും വധിക്കാൻ ശ്രമിച്ച കേസ് CPM നേതൃത്വത്തെ ആകെ ചരിത്രത്തിലില്ലാത്ത വിധം കടുത്ത നിയമക്കുരുക്കിലേക്ക് നയിക്കുന്നു. ആക്രമണം സ്വാഭാവിക ജനരോക്ഷമല്ലെന്നും കൃത്യമായ പാർട്ടി നിർദ്ദേശപ്രകാരം നടന്ന ആസൂത്രിത ഗൂഢാലോചനയാണെന്നുമുള്ള സംശയം ബലപ്പെടുത്തുന്ന ഡിജിറ്റൽ തെളിവുകൾ EDക്ക് ലഭിച്ചു. പാർട്ടിയെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിറവേറ്റിയെന്ന അറസ്റ്റിലായ മുൻ കൗൺസിലർ IP ബിനുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റും അണികളോട് പ്രതിഷേധ സ്ഥലത്തേക്ക് എത്താൻ നേതാക്കൾ നിർദ്ദേശിക്കുന്ന ശബ്ദ സന്ദേശങ്ങളും പാർട്ടിയെ പൂർണ്ണമായും പ്രതിക്കൂട്ടിലാക്കുകയാണ്. കേരള പോലീസ് വിചാരിച്ചാൽ ഉന്നത നേതാക്കൾ വരെ പ്രതികളാകാവുന്ന കേസിൽ കേന്ദ്ര ഏജൻസിക്കെതിരായ ആക്രമണമായതിനാൽ CBI അന്വേഷണം വരാനും സാധ്യതയുണ്ട്. സംഘർഷത്തിന് നേതൃത്വം നൽകിയ CPM പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും മുൻ കൗൺസിലറുമായ IP ബിനു അടക്കമാണ് ഇതുവരെ അറസ്റ്റിലായത്. എന്നാൽ പോലീസിന് മുന്നിൽ കീഴടങ്ങുന്നതിന് തൊട്ടുമുൻപ് ബിനു ഫേസ്ബുക്കിൽ പങ്കുവച്ച വിവാദ പോസ്റ്റാണ് കേസിൽ CPMന് ഏറ്റവും വലിയ കെണിയായി മാറിയിരിക്കുന്നത്. പിടിച്ചതല്ല പിടികൊടുക്കുന്നതാണ്. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ 100% ആത്മാർത്ഥതയോടുകൂടി ചെയ്യുക എന്നതാണ് എന്റെ നിലപാടും ശരിയും എന്നായിരുന്നു ബിനുവിന്റെ വാക്കുകൾ. കേന്ദ്ര ഉദ്യോഗസ്ഥരെയും CRPF ജവാന്മാരെയും ചുടുകട്ട കൊണ്ട് അടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചത് പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്ത പ്രകാരമാണെന്ന ബിനുവിന്റെ പരസ്യ പ്രഖ്യാപനം കൃത്യമായ കുറ്റസമ്മതമായാണ് ED വിലയിരുത്തുന്നത്. കേന്ദ്ര ഏജൻസികൾ ഈ പോസ്റ്റ് ഔദ്യോഗിക ഡിജിറ്റൽ തെളിവായി സ്വീകരിച്ചു കഴിഞ്ഞു. ആക്രമണത്തിന് ആഹ്വാനം നൽകി ഉന്നത നേതാക്കളിലേക്ക് അന്വേഷണം നീട്ടാൻ EDക്ക് ലഭിച്ച ഏറ്റവും ശക്തമായ ആയുധമാണിത്. ബിനുവിന്റെ പോസ്റ്റിന് പിന്നാലെ തലസ്ഥാനത്തെ CPM നേതാക്കൾ അണികളോട് അടിയന്തരമായി പ്രതിഷേധ സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരാൻ നിർദ്ദേശിക്കുന്ന നിരവധി വാട്സപ്പ് സന്ദേശങ്ങളും പുറത്തുവന്നു. ഇത് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ അക്രമ ദൃശ്യങ്ങളിലുള്ള CPM പ്രവർത്തകരുടെ വിവരങ്ങളും പ്രൊഫൈലുകളും പരസ്യപ്പെടുത്തി രംഗത്തെത്തിയതും പോലീസിനും കേന്ദ്ര ഏജൻസികൾക്കും കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുത്തു. ഡിജിറ്റൽ തെളിവുകളുടെയും ഫോൺ രേഖകളുടെയും അടിസ്ഥാനത്തിൽ ഗൂഢാലോചന കുറ്റം ചുമത്തി ജില്ലാ സംസ്ഥാന നേതാക്കളെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താൻ പോലീസിന് മേൽ കടുത്ത സമ്മർദ്ദമുണ്ട്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം വലിയ രാഷ്ട്രീയ ആയുധമായാണ് ഇതിനെ കാണുന്നത്. കേസിലെ ഒന്നാം സാക്ഷിയാകാൻ സാധ്യതയുള്ള ആക്രമികൾ തകർത്ത വാടകക്കാരന്റെ ഡ്രൈവർ ശ്യാമിനെ സ്വാധീനിക്കാൻ CPM സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ സെക്രട്ടറിയുടെ ചുമതലയുള്ള AA റഹീം MP നടത്തിയ നീക്കങ്ങളും കേന്ദ്ര ഏജൻസികൾ അതീവ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. താനൊരു CPM അനുഭാവിയായിരുന്നിട്ടും തന്റെ ജീവനമാർഗം തകർത്തതിലുള്ള വിഷമം ശ്യാം മാധ്യമങ്ങൾക്ക് മുന്നിൽ പങ്കുവച്ചിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് AA റഹീം ശ്യാമിനെ നേരിട്ട് വിളിച്ച് സംസാരിക്കുകയും കാറിന്റെ കേടുപാടുകൾ തീർക്കാൻ പാർട്ടി വകയായി വലിയ തുക നഷ്ടപരിഹാരം നൽകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തത്. പുറമേക്ക് ഇതൊരു മാനുഷിക പരിഗണനയായി പാർട്ടി ചിത്രീകരിക്കുമ്പോൾ വിചാരണ വേളയിൽ കേസിന്റെ ഭാവി നിശ്ചയിക്കുന്ന ഏറ്റവും നിർണായക സാക്ഷിയെ പ്രലോഭിപ്പിച്ചു ഒപ്പം നിർത്താനുള്ള പ്രതിപക്ഷ നീക്കമായിരുന്നു ഇതെന്ന് ED ഇതിന്
ഇതിനെ കോടതിയിൽ ഉയർത്തിക്കാട്ടും. സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവ് നശിപ്പിക്കുവാനും പ്രതിഭാഗത്തുള്ള ഉന്നത നേതാക്കൾ ശ്രമിക്കുന്നു എന്ന പ്രോസിക്യൂഷൻ വാദം പ്രതികൾക്ക് ദീർഘകാലം ജാമ്യം നിഷേധിക്കപ്പെടാൻ കാരണമാകും. കേരള പോലീസ് നിഷ്പക്ഷമായി അന്വേഷിച്ചാൽ ഗൂഢാലോചനയിൽ പങ്കാളികളായ CPM ഉന്നത നേതാക്കൾ മുഴുവൻ പ്രതിപട്ടികയിൽ വരും. എന്നാൽ രാഷ്ട്രീയ കാരണങ്ങളാൽ സംസ്ഥാന പോലീസ് ഉന്നതരിലേക്ക് അന്വേഷണം നീട്ടിയില്ല എങ്കിൽ ED ഉദ്യോഗസ്ഥർക്ക് നേരെ ഉണ്ടായ ക്രൂരമായ വധശ്രമമായതിനാൽ കേസ് CBIക്ക് വിടാൻ കേന്ദ്ര സർക്കാർ നേരിട്ട് ഇടപെട്ടേക്കും. വിദേശ നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട കേസിന്റെ അന്വേഷണം തടസ്സപ്പെടുത്തിയാൽ ഔദ്യോഗിക പാർട്ടി സംവിധാനം ഉപയോഗിച്ച കേന്ദ്ര ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു എന്ന ഗൗരവമേറിയ വാദമാണ് ED കോടതിയിൽ ഉന്നയിക്കുക. CPM എത്തിച്ചേർന്നിരിക്കുന്നത് അപ്രതീക്ഷിത പ്രതിസന്ധിയിലാണ്. ഇക്കാലം അത്രയും കലഹങ്ങൾ ഉണ്ടാകുമ്പോൾ അതുകൂടി സഖാക്കളുടെ തലയിൽ ചാരി നേതാക്കൾ രക്ഷപ്പെടുകയാണ് പതിവ്. ഒരിക്കലും ജില്ലാ നേതാക്കൾ പോലും കേസിൽ പ്രതികൾ ആയിട്ടില്ല. സംസ്ഥാന നേതാക്കളുടെ കാര്യം പറയേണ്ടതില്ല പിന്നെ. എന്നാൽ ഈ കീഴ്വഴക്കത്തിനാണ് ഇപ്പോൾ മാറ്റം വരുന്നത്. കുട്ടി സഖാക്കൾക്ക് ജാമ്യം ലഭിക്കുന്നതിൽ ED തടസ്സം നിൽക്കാത്തതും അതുകൊണ്ട് തന്നെയാണ്.